ഹലോ, അങ്ങനെ 9 മാച്ചുകൾ വരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മുടെ പഞ്ചാബ് കിങ്സിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി SRH സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്നലെ സൺറൈസേഴ്സിന്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 33 റൺസിന് പഞ്ചാബിനെ തകർത്തു വിട്ടു. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ SRH സൺറൈസേഴ്സ് ഹൈദരാബാദ് എല്ലാവരും മനോഹരമായി കളിച്ചു. 35 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ, 38 റൺസ് എടുത്ത ട്രാവിസ് ഹെഡ്, 69 റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസൻ, 29 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡി മനോഹരമായി ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 235 റൺസ് അടിച്ചു, 4 വിക്കറ്റിന്. ഈ സ്കോർ ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പഞ്ചാബ് കിങ്സ് ഇൻഫോം ബാറ്റ്സ്മാൻമാരായ പ്രയാൻഷു ആര്യ, പ്രാപ് സിമ്രാൻ ഇവരെ 2 ഓവറിൽ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റനും നഷ്ടപ്പെട്ടു, നമ്മുടെ ശ്രേയസ് അയ്യരെ. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു വമ്പൻ തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പഞ്ചാബ് നോക്കൂ, അവര് 12.3 ഓവറിൽ 119 റൺസിന് 6 വിക്കറ്റ് പോയിട്ടിരിക്കുകയായിരുന്നു. ഒരു 100 റൺസിന്റെ തോൽവി പ്രതീക്ഷിച്ച സമയത്ത് ഒരു 22-കാരൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നുള്ള കൂപ്പർ പാട്രിക് ലിയനാർഡ് കനോലി, 59 ബോളിൽ 107 റൺസ്. നോക്കൂ, 7 ഫോഴ്സും 8 സിക്സസും. അയാളുടെ മനോഹരമായ ബാറ്റിംഗ് കൊണ്ട് മാത്രമാണ് അവർ 202 റൺസ് അടിച്ചത്, 7 വിക്കറ്റിന്. അങ്ങനെ 33 റൺസ് തോറ്റു. ഇപ്പൊ നമ്മുടെ പോയിന്റ് ഇതിൽ നോക്കും. ഈ ആദ്യമായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടോപ്പിലേക്ക് വന്നു, 14 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ്. 13 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് സെക്കൻഡ്, ദെൻ RCB മൂന്നാം സ്ഥാനത്ത്, RR 4-ാം സ്ഥാനത്ത്. നോക്കൂ, ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് ലക്നൌവിന്റെ തട്ടകത്തിൽ RCB ലക്നൌവിനെ നേരിടും. സപ്പോസ് ഇന്ന് RCB ജയിക്കുകയാണെങ്കിൽ 14